ഇവിടെ നിന്ന് ഒരു 15 പേരെ മുനമ്പത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുപോയി അവരെ മോദിയെ കാണിച്ച് പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ അങ്ങ് ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു. അത് ഈ മാപ്രകള് പറയുന്നതാ, മാധ്യമ പ്രവർത്തകരെ. നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഇവര് പാവത്തങ്ങളാണെന്ന് വിചാരിച്ചിട്ട് രാജധാനിയിലോ കേരള എക്സ്പ്രസിലോ ഡൽഹി ജയന്തി ജനതയിലൊന്നും കയറ്റിവിടരുത്. അവര് വിമാനത്തെ തന്നെ കൊണ്ടുപോകണം. ചെലവുള്ള കാര്യമാണ്. 10-15 പേർക്ക് വിമാനക്കൂലി കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടുത്തെ താമസ സൗകര്യങ്ങള് നല്ല കാര്യമാണ്. ഇവർക്കാണെങ്കിൽ ഡൽഹിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഈ ഡൽഹി ദർശനം പോകുമ്പോഴേ ഡൽഹി മാത്രമാക്കരുത്, ആഗ്ര വരെ താജ്മഹലൊക്കെ ഒന്ന് കണ്ടുപോരട്ടെ നീ. അതിന് നമ്മുടെ പണിക്കേഴ്സ് ട്രാവൽസിനെ ഏൽപ്പിച്ചാൽ മതി. അതാവുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്കറിയാവുന്ന ആളുകളാണ്. പക്ഷെ ഒരു സംശയം ചന്ദ്രശേഖർജി, ഇപ്പൊ ഇവിടെ ഈ ഒരു നിയമം വന്നു, ആ നിയമത്തിൽ ഇവർക്ക് രക്ഷയ്ക്കുള്ള ഒരു വകുപ്പും ഇല്ലെന്നാ പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് കാണിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു വിനോദയാത്ര എക്സ്കർഷൻ എന്നതിനപ്പുറം ഈ ഭൂമി നഷ്ടപ്പെടുമോ എന്ന പേടിയില് മനസ്സ് വെന്തുരുകി നിൽക്കുന്ന ഈ ആളുകള് പ്രധാനമന്ത്രിയെ കണ്ട് രോമാഞ്ചം കൊണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അതാണ് ഒരു സംശയം.